പ്രതീക്ഷയോടെയായിരുന്നു ഇന്ന് രാവിലെ മുതൽ പുഞ്ചിരിമട്ടത്ത് ഇവിടെ തെരച്ചിൽ നടത്തിയത്. 41 ആളുകൾ ഇവിടെ കാണാനുണ്ട്. നിരവധി വീടുകളുടെ മേൽക്കൂരകളെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് JCBകളും ഹിറ്റാച്ചികളും വന്ന് തെരച്ചിൽ നടത്തി. ഒരൊറ്റ മൃതദേഹം പോലും ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മഴ കനക്കുകയാണ്. ഇതിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിൻ്റെ തൊട്ട് താഴെയുള്ള പ്രദേശത്തും തെരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിച്ചു എന്നതാണ്. അതായത് ഇനി കാണാൻ ബാക്കിയുള്ള മൃതദേഹങ്ങളിൽ എത്രത്തോളം എണ്ണം കണ്ടുകിട്ടാൻ കഴിയും എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. JCB വന്നു, ഹിറ്റാച്ചി വന്നു, മറ്റ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയിട്ടും ഒന്നും എവിടെയും കാണാൻ കഴിയുന്നില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് കണ്ടാൽ അറിയാം ഇതിൻ്റെ ഭീകരത എത്രത്തോളം എന്ന്. ഈ വീടുകളിലെല്ലാം പരിശോധന നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടിൻ്റെ സ്ലാബ് ഇളക്കി മാറ്റി ഉള്ളിലേക്ക് പരിശോധന നടത്തിയപ്പോഴും ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. കൂറ്റൻ മരങ്ങളും വലിയ കല്ലുകളും മാത്രമാണ് ഈ വീട്ടിനുള്ളിൽ ബാക്കിയുള്ളത്. അസ്ഥിവാരം വരെ തോണ്ടിയെടുത്തിട്ടും ഒന്നും കാണുന്നില്ല. ഇതുപോലെയുള്ള ശേഷിപ്പുകൾ ഒരുപാട് ബാക്കി. ബൈക്കുകളും കാറുകളും അതുപോലെ വീട്ടിൽ കിടക്കുന്ന മെത്തകളും സോഫകളും വീട്ടിലെ മറ്റ് ഉപകരണങ്ങളും മാത്രമാണ് ഇവിടെ കണ്ടെത്താൻ കഴിയുന്നത്. ശരീരങ്ങൾ എവിടെയുമില്ല. ഇതെല്ലാം എങ്ങോട്ടേക്ക് പോയി? വലിയ കല്ലുകളും ചെളിയും മണ്ണും മരവും ഒലിച്ചിറങ്ങുന്ന കൂട്ടത്തിൽ ഒരു പക്ഷേ ഒലിച്ചു പോയതാണോ? അതല്ല ഈ കാണുന്ന കൂറ്റൻ ചെളിയുടെ അടിയിലേക്ക് അമർന്നു പോയിട്ടുണ്ടാകുമോ? എന്തായാലും രക്ഷാപ്രവർത്തനം ഇനി അസാധ്യമാണ്. മൃതദേഹങ്ങൾ എങ്ങനെ കണ്ടെടുക്കും എന്നുള്ളതാണ് ഉയരുന്ന പ്രധാന ചോദ്യം.